ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ നിമിഷം വരെ ഭാരതീയ വേദശാസ്ത്രം എവിടെ നിൽക്കാനാണ്? അസ്ട്രോളജേഴ്സ് മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ പറയും, കാണാപ്പാടം പഠിച്ച് ഫലം പറഞ്ഞു, ക്ഷേത്രങ്ങൾ അവർക്ക് നിലനിൽക്കാനുള്ള ക്ഷേത്രങ്ങളിലെ പൂജകൾ, മന്ത്രങ്ങൾ, മനുഷ്യൻ്റെ ആയുർവേദം ഒരു കണക്കിന് വണ്ടി ഓടി പോകുന്നു, തട്ടിമുട്ടികൾ പോകുന്നു. ഒരു നല്ല അസുഖം വന്നാൽ അപ്പോൾ ഓടും നമ്മൾ. വേറെ നിർത്തിയില്ല, നമുക്ക് മനുഷ്യന് ജീവനെ വലുതല്ലാണ്ട് ശാസ്ത്രമല്ല വലുത്. ശാസ്ത്രമൊക്കെ ജീവൻ രക്ഷിക്കാനാണ്. പിന്നെ ഇവിടെയുള്ള കുറേ ആൾക്കാർ മനസമാധാനം നഷ്ടപ്പെട്ടവർ ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് പോകുന്നു, അവിടെ പോയിട്ട് മറ്റേ യന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്നു, കുണ്ടലിനി അവയൊക്കെ ചെയ്യണു. എന്ത് കുണ്ടലിനി? ആക്രിയ ചെയ്യുന്നു, ശ്വാസം വലിക്കുന്നു, പ്രാണം വിടുന്നു, ശരീരം വെച്ചിട്ട് ചെയ്യാവുന്നൊക്കെ ചെയ്യുന്നു. സദ്ഗുരുവിൻ്റെ അവിടെ പോകുന്നു, അവിടെ പോയി മറ്റത് നോക്കുന്നു, അവിടെ സ്വസ്ഥത, സമാധാനം, മെൻ്റൽ പ്രഷർ കുറയ്ക്കാനായിട്ട്. കാര്യം നടക്കാത്തവരും അസുഖം വന്നവരൊക്കെ അമ്പലത്തിൽ പോകുന്നു. ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസം എന്ന് പറയുന്ന ഒരു വലിയൊരു ബോളിൻ്റെ അകത്താണ് ഭാരതീയ വേദശാസ്ത്രം. ഞാനെന്ന വ്യക്തിക്ക് ഇതിലെന്തെങ്കിലും പറയാനുണ്ടോ? സ്കോപ്പ് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? ഇതിന് വിട്ടിട്ട് പറയാൻ സ്കോപ്പ് പറയാൻ. ശങ്കരാചാര്യരെയും ശ്രീനാരായണ ഗുരുവിനെയും ശ്രീബുദ്ധനെയും ഈ പറയുന്ന മധ്യമാചാര്യന്മാരൊക്കെ മറികടന്നിട്ട് വേണം എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ. കാരണം ഇന്ന് ഈ രാജ്യം അംഗീകരിക്കുന്ന മധ്യമ ആചാര്യന്മാരുടെ ലോകമാണ് ഉത്തരപക്ഷം. അതിൽ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ വിശ്വാസത്തിൽ നടന്നു പോകുന്നുണ്ട്, പിന്നെ അത് ക്രിയയാണ്, ചെയ്തോട്ടെ. പക്ഷെ അതുകൊണ്ട് എന്താണ് എനിക്കിതിലെന്തെങ്കിലും പറയാണ്ടാവണ്ടേ? എനിക്കിതിനെ മറികടന്നുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ ഞാനൊരു ഗവേഷകൻ എന്ന് പറയാൻ ഞാൻ തന്നെ ആർക്കണുള്ളൂ. ഈ വിശ്വാസം എന്ന് പറയുന്ന ഭാരതീയ വേദശാസ്ത്രത്തിൻ്റെ കൂടിൻ്റെ അകത്ത് പെട്ടവരൊക്കെ അതിൽ നിന്നും ഒരിക്കലും മാറിയിട്ടില്ല. ആൾക്കാരെ പിടിച്ച് മറ്റേ പൂണൂൽ ഇടിപ്പിച്ച് നേരെ അഗ്നിഹോത്രം ചെയ്യിച്ച് കോരമായാന്ന് ഇതിങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഗ്രന്ഥങ്ങളിലുള്ള ശ്ലോകങ്ങൾ മീറ്ററടിച്ചിട്ട് പാട്ടും പാടി നിലവിളിച്ചുകൊണ്ട് മറ്റേ ഭാഗവതം കേൾക്കുന്നു, മറ്റേ ഭഗവത്ഗീത കേൾക്കുന്നു, കുറേ ഭഗവത്ഗീതന്മാരുണ്ടായി. ഇതൊക്കെ ഉണ്ടായാലും ഇതൊന്നും തെറ്റല്ല. ഇതൊക്കെ വിശ്വാസം എന്ന് പറയുന്ന ആധ്യാത്മികതയുടെ ഏറ്റവും ലോ സെക്ഷനിലെ ഭക്തിയും വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് വേദത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറയാണ്ടാവണ്ടേ? നമുക്ക് നോക്കാം പറയാണ്ടത്. വിട്ടിട്ട് എന്തെങ്കിലും പറയാണ്ടാവണം.